നമുക്ക് ഉഴുന്നാട ഉണ്ടാക്കാനുള്ള പാള പെറുക്കാൻ പോവാം. താഴെ തൊടിയിലാണ് പോകേണ്ടത്. ചേച്ചിമാര് തോന്നുന്നു പൊന്നുവിന്റെ കൂടെ പഠിക്കുന്നില്ല, സ്കൂളിലെ പിള്ളേരാണ്. പാള കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാള നമുക്ക് റെഡിയാക്കി എടുക്കാം. ഉഴുന്നാട ഉണ്ടാക്കാനുള്ള പാള കിട്ടിയിട്ടുണ്ട്. ഇതിലാണ് ഉണ്ടാക്കി വെക്കേണ്ടത്. നമുക്കിതൊന്ന് വൃത്തിയാക്കി നോക്കാം, റെഡിയാക്കി കണ്ടിച്ചെടുക്കാം. ഒരു ഉഴുന്നാട ഉണ്ടാക്കി വെക്കാനുള്ള ഷേപ്പിൽ റെഡിയാക്കാം. നീ തന്നെയല്ലേ നീ വരും, ഞാൻ പോവാം. അല്ല ആളോ നോക്കിയ പാള അന്വേഷിച്ച് വന്നതാണ്, പക്ഷെ പാളയൊന്നും കിട്ടിയില്ല. പിന്നെ വെള്ളത്തിൽ ചാടിയിട്ട് പോകാന്ന് വിചാരിച്ചു. വെള്ളത്തിച്ചാട്ടം. ബാബാ നമുക്ക് പോയി. പാളയില്ല, നമുക്ക് മറ്റേ പാള കൊണ്ട് തന്നെ കാര്യം ഒന്നുകൂടെ മുക്കി പൊക്കാത്തോട്ട്. ഉഴുന്നാടൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങിയ മുറ്റും മഴയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉഴുന്നാട അകത്തോട്ട് പോവാണ്. പൊന്നു തീർ മഴയത്ത് കളിക്കണം. അപ്പൊ ഞങ്ങള് പെരക്കാത്തോട്ട് പോയിട്ട് അടുപ്പേ തന്നെ ഉഴുന്നാട ഉണ്ടാക്കാൻ പോവാണ്. എല്ലാം സെറ്റ് ആക്കി തരുന്നു പുറത്ത് വെക്കാൻ വേണ്ടി. വലിയ പ്രതീക്ഷകളായിരുന്നു. വലിയ മഴ വന്നു, എല്ലാം നല്ല മഴയായിരിക്കും. അപ്പം നമുക്ക് അടുക്കള തന്നെ വെച്ചുണ്ടാക്കാവേ. ഈ ഉഴുന്നാട ഉണ്ടാക്കി വെക്കുന്നത് നമ്മള് പാളയിലാണ്. പിന്നെ ഉണ്ടാക്കി ഇതിലാണ് വെക്കുന്നത്. എന്നിട്ട് ഇത്തേന്ന് ഇങ്ങനെ എണ്ണയിലോട്ട് തട്ടിയിടുവാണ്. അപ്പോൾ പാള 2 എണ്ണം കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കപ്പമാവും ഉഴുന്നും ഉപ്പും. ഇതാണ് ഇതിനകത്ത് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. കപ്പമാവാ കേട്ടോ, പക്ഷെ അതെനിക്കറിയത്തില്ലായിരുന്നു കപ്പമാവാന്ന്. അപ്പം നമ്മൾ ഈ ഉഴുന്നാടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീട്ടിൽ പോയി, നമ്മുടെ ഒരു ചേട്ടനുണ്ടായിരുന്നു, അവിടെ പോയി നമ്മൾ ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അല്ലാതെ ലൂസ് കിട്ടത്തില്ലായിരുന്നല്ലേ നമ്മുടെ ഇവിടെ കട്ടപ്പനയിലൊന്നും ലൂസായിട്ട് ഈ സാധനം കപ്പമാവ് കിട്ടത്തില്ല. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഉഴുന്നും എടുത്തിട്ടുണ്ട്. ഒരു ഇത്രയും പൊടി, അതായത് ഒരു 1/2 കിലോ പൊടിക്ക് ഒരു 50 ഗ്രാം ഉഴുന്ന് മതി. ഉഴുന്ന് വളരെ കുറച്ച് മതി. ഇത് ഉഴുന്നാണ് ഈ ഇടുന്നതാണ് ഉഴുന്നിൻ്റെ പൊടിയാണ്. ഇത് ഉപ്പൂടെ പാകത്തിന് ചേർത്തിട്ട് കുറച്ച് നമുക്ക് സെറ്റാക്കാവേ. ഇത് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. കൈകൊണ്ട് കുഴച്ചാൽ മതി. ഉപ്പ് പാകത്തിന്. മതി. പാത്രം ഒന്ന് മാറ്റി. നമ്മൾ ചെറിയ പാത്രത്തിൽ വലിയ പാത്രത്തിലോട്ട് മാറ്റി. പണ്ട് ഈ സ്കൂളിൽ പഠിക്കുമ്പം നമ്മുടെ കയ്യിലൊന്നും പൈസ ഒന്നുമില്ല. അപ്പോൾ അന്നേരം ഇങ്ങനെ ഈ നമ്മുടെ കട്ടപ്പനയിലൊരു ചേട്ടനുണ്ട്, ഷായി ചേട്ടൻ. ആ ചേട്ടൻ്റെ കൂടെ ഞങ്ങളിങ്ങനെ ഈ അമ്പലപ്പറമ്പിലൊക്കെ ഉഴുന്നാട വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകും. ആ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് മിക്കവാറും എല്ലായിടത്തും ഉത്സവവും പെരുന്നാളും. പള്ളിപ്പെരുന്നാളൊക്കെ വെള്ളി, ശനി, ഞായറാണ്. അപ്പോൾ അവിടെ പോവുകയും ബാക്കി പിന്നെ വെക്കേഷനായ സമയങ്ങളിലൊക്കെ ഈ ഉഴുന്നാട ഉണ്ടാക്കാനൊക്കെ പോകും. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാക്കാൻ പഠിച്ചത്. നല്ല രസമായിരുന്നു. ഈ പള്ളിപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉഴുന്നാടയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ ആൾക്കാർക്ക് എപ്പോഴും ഫ്രഷ് സാധനം വേണമല്ലോ. അപ്പോൾ ചൂട് സാധനമൊക്കെ പറമ്പിൽ വെച്ച് അവിടെ നമ്മൾ തന്നെ ഉത്സവത്തിൻ്റെ പള്ളിയുടെ അവിടെ വെച്ച് തന്നെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ലൈവായിട്ട്. ഒരു കാലം. എത്ര വർഷമായതല്ലേ? അവരൊക്കെ പണ്ട് തൊട്ടേ ഇതിൻ്റെ പരിപാടി തന്നെ. ഇപ്പോഴും ഉണ്ടോ? ഇപ്പം ഞാൻ ഇന്ന് ചെന്നപ്പോൾ ഇപ്പം വരുന്ന ആഴ്ചയിൽ കട്ടപ്പന അമ്പലത്തിലൊക്കെ പള്ളിയിലൊക്കെ പെരുന്നാളാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉഴുന്നാടയൊക്കെ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ചെന്നപ്പോൾ. ഇതിൻ്റെ പേര് ഉഴുന്നാട എന്നാണെങ്കിലും ഉഴുന്ന് ഇതിന് വഴിയേ പോയാൽ മതി. കാരണം ഒത്തിരി ഉഴുന്നായാൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോരത്തില്ല ഈ സാധനം. നല്ല ടേസ്റ്റ്. നമ്മളെ ഈ പള്ളിയിലൊക്കെ പെരുന്നാളിന് പോയാൽ ഈ സാധനം വാങ്ങിക്കും. ഇത് വാങ്ങിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ഈ പെരുന്നാളുകളിൽ മാത്രം കിട്ടുന്ന സാധനമാണിത്. ഇനി അവരുടെ ഒരു സീസൺ ആയിരിക്കും അല്ലേ?
സീസണൊക്കെ ഉണ്ടല്ലേ? ഇത് സീസണാണ്. ഉത്സവമൊക്കെ ഒരു സീസൺ സമയത്താണല്ലോ. വർഷത്തിൽ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കുമല്ലോ ഏകദേശം. ഒരാഴ്ച ഇടവിട്ടായിരിക്കും ഓരോ സ്ഥലത്തും. ഇത് കുഴയാൻ പാടാണോ? ഇല്ല, ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കുഴയൊക്കെ. ബാക്കിയെല്ലാം നമ്മുടെ കൈമെഴുക്കമാണ്. തകർക്കും ഞങ്ങൾ ഒത്തിരി ദിവസം കൊണ്ട് ഇത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ. പക്ഷേ ഉണ്ടല്ലോ, വലിയ കാര്യത്തെ വലിയ പ്രതീക്ഷയോടുകൂടി നേരത്തെ വന്ന് പുറത്തിട്ട് വെക്കണമെന്നൊക്കെ ഓർത്തുകൊണ്ട് ചെയ്തതാണ്. മഴ പോയെങ്കിൽ നമ്മൾ പുറത്തോട്ട് തന്നെ പോകും. ചെറിയ മഴ ചാറുന്നുണ്ടല്ലേ? ചെറിയ മഴയാണ്. ഇന്നലത്തേക്ക് ഒരു കാലാവസ്ഥ വെച്ചിട്ടാണ് ഇന്ന് മഴ പെയ്യും. ചട്ടിക്കകത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ എണ്ണയൊക്കെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ടല്ലേ ഡേഞ്ചർ. ഒരുപാട് ഉണ്ടാക്കിയ ആള് പടമായെന്ന് കേൾക്കണ്ടല്ലോ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ പടക്കം പൊട്ടിച്ചിട്ട് ക്രിസ്മസിന് കുറെ പേരുടെ കൈ പൊള്ളിന്നൊക്കെ. മഴ പോയി. നമുക്കൊക്കെ അന്ന് നോക്കാം, പുറത്തുനിന്ന് അടുപ്പ് കൂട്ടി നോക്കാം. പുറത്താകുമ്പോ അകത്ത് വെട്ടക്കുറവാ, നമുക്ക് പുറത്തോട്ട് നോക്കാം. മഴ പെയ്യും എന്നാണേലും വെളിയിൽ കൊണ്ടിട്ട് അടുപ്പൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരട്ടി പണിയാവും. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. അത്ര റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അതെ. ഇനി ഉഴുന്നാട ഉണ്ടാക്കാൻ പോവാണ് അല്ലേ? അതെ, ഉണ്ടാക്കി നോക്കാം. ഒരു 10 വർഷത്തിന് മേളിലെങ്ങാണ്ടായെന്ന് തോന്നുന്നു. 10 വർഷത്തിന് മുകളിലോ? ഇപ്പൊ എത്ര വയസ്സുണ്ട് ചേട്ടൻ? 10 വർഷം കുറച്ചെന്ന് തോന്നുന്നു. 10 കൊറേ 10 ആയി. അതെ, ഒരു 2-10. ഈ ഉഴുന്നാട മൊത്തം ഞാൻ ഉണ്ടാക്കണമല്ലോ. പാളയൊക്കെ നല്ല വൃത്തിയായിട്ട് എടുത്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇനി പാളയിലോട്ട് നമുക്ക് ഉഴുന്നാട കുറച്ച് മാവ് ഇങ്ങനെ കയ്യിലെടുക്കുക, ഇങ്ങനെ ഉരുട്ടുക, എന്നിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണമാക്കുക, ഇങ്ങനെ ബൗള് പോലെ ആക്കിയിട്ട് ഈ അറ്റത്തുനിന്ന് ശകലം ഇങ്ങനെ ഞുള്ളി എടുക്കുക. എന്നിട്ട് ഈ കൈക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു തുള കൊടുക്കുക. ആ തുള കാണിച്ചേ ഉണ്ടോ? എന്നിട്ട് നമ്മളിത് പാളയിലോട്ട് ഇങ്ങനെ വയ്ക്കും. ആ, ഇങ്ങനെയായിരുന്നല്ലേ? പാളയൊക്കെ നമ്മളിപ്പോൾ സെറ്റപ്പ് ആക്കിയോണ്ട് വലിയ കുഞ്ഞു പാളയാ. അതും കഷ്ടി ഒരെണ്ണം കെട്ടിയെന്ന് പറഞ്ഞാൽ മതി. നിവർന്നിരിക്കണമെങ്കിൽ പാളയുടെ 2 അറ്റത്തും ആരെങ്കിലും കെട്ടിയിരുത്താൻ നമുക്ക്. അല്ലാതെ ഈ പാളെന്ന് പറയുമെന്ന് തോന്നുന്നില്ല. നല്ല ഫ്രഷ് ഉഴുന്നാട വേണമെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി കേട്ടോ. ആർക്കെങ്കിലും അത് ശരിയാട്ടോ, സെറ്റാക്കി തന്നുവിടാം. നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കരുത്. ഷായ്ച്ചേട്ടനോടൊക്കെ അവര് കൊടുക്കുന്ന, ഹോൾസെയിൽ കൊടുക്കുന്ന, കടകളിലോട്ടും ഒക്കെ കൊടുക്കുന്ന, ബേക്കറികളിലെല്ലാം കൊടുക്കുന്ന. ഇത് ഈ പാളയെ മാത്രമേ വെക്കത്തുള്ളൂ? പാള വെക്കുവാണെങ്കിൽ നമുക്ക് തട്ടിയിടാൻ എളുപ്പമുണ്ട്. മറ്റു സാധനത്തെ നമുക്ക് വേണ്ട പാത്രത്തിലും ഉണ്ടാക്കാം. അവിടെ പാളയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങ് എടുത്തതേ ഉള്ളൂ. അല്ലെ നമുക്കിത് നല്ല ഒട്ടി പിടിക്കാത്തൊരു പാത്രത്തിലാണെങ്കിലും വെച്ചുണ്ടാക്കാം. മറ്റേ ഫൈബറിന്റെ പ്ലേറ്റ് വെച്ചാണെങ്കിലും തട്ടിയിടാം. അങ്ങനെ ഫൈബറിന്റെ പ്ലേറ്റ് ഒന്നും വരാം കേട്ടോ. ഞാൻ അവിടെ ചെന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടാ പോന്നെ. ഞാൻ അഥവാ എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല, ചീറ്റി പോവല്ലേ. എന്നെ പിള്ളേർ ഉണ്ടാക്കാൻ അറിയാമെന്ന് പറയുകയും ചെയ്തു. ഇന്നാള് ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചപ്പോഴത്തേക്ക് കപ്പ ഇങ്ങനെ, അല്ല ഈ കപ്പമാവ് ലൂസ് കിട്ടത്തില്ലെന്ന് പറഞ്ഞല്ലേ? അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിങ്ങനെ മടിച്ചിരിക്കുമായിരുന്നു. പഠിച്ചോടാ? ഉണ്ടാക്കാൻ പഠിച്ചോടാ? ശകലമായോ? ആ, പൊന്നിന്റെ നോക്കട്ടെ. ആ, സൂപ്പർ. കുഴിയും കുത്തിയല്ലേ? അടുപ്പത്തോട്ട് വെക്കാം. എണ്ണയിലേക്ക് ഇനി അടുപ്പയിലോട്ട് ചട്ടി വെക്കാം. ചട്ടി വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ച് വറക്കാം. അപ്പം അതിനകത്തോട്ട് പാമോയിൽ ഒഴിച്ചു. ചട്ടി ചൂടായി, പാമോയിൽ ഒഴിച്ചു. നമുക്ക് റെസ്റ്റ് എടുക്കാം. ചേട്ടനൊരു ആവേശത്തിനെടുത്ത് കുഴച്ചതാ ഇത്രയും. പക്ഷെ സാരമില്ല, നമുക്ക് ഉണ്ടാക്കി വെക്കുവാണെങ്കിലും പിന്നെയും കഴിക്കാലോ എന്ന് ഓർത്ത് ചേട്ടൻ തന്നെ ഉരുട്ടിയിട്ട് ഉണ്ടാക്കണം. എനിക്കറിയത്തില്ല അത് ഉരുട്ടാൻ. നല്ലപോലെ ഷൂ പോളിഷ് ചെയ്യാൻ അറിയുന്ന ആരടാ എന്ന് പറഞ്ഞാലേ ഇപ്പൊ എന്റെ അവസ്ഥ.
ഇവക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലെന്നല്ലേ. എണ്ണ ഇങ്ങനെ കുറച്ച് നാൾ കഴിയണം ഇതൊന്ന് കയ്യിലിട്ട് 1-2 ദിവസം ഒരാഴ്ചയൊക്കെ ചെയ്ത് നോക്കിയാലേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ, ഒരു ഉദാഹരണത്തിന് ഇതുണ്ട്, ഒരു റൗണ്ട് ഷേപ്പിൽ വരണമെങ്കിലും എല്ലായിടത്തും ഒരേ കനമാണ്, ഒരേ തിക്നെസ്. ഞാൻ എണ്ണ വേവിപ്പിക്കുമ്പോൾ നമുക്ക് ഉണ്ടോ ഒരു അല്പം ഇവിടെയൊക്കെ വന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരേ കനം വരും. നമ്മൾ ഈ എണ്ണ ചൂടായെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് നോക്കണം. പെട്ടെന്ന് പൊങ്ങി വന്നാൽ എണ്ണ ചൂടായി. ഇപ്പം ചൂടായോ? ഇപ്പം അത്രയ്ക്ക് ചൂടായില്ല, എന്നാലും ആവറേജ് ചൂടായിട്ടുണ്ട്. അപ്പം പൊങ്ങി വന്നു. അപ്പോൾ എണ്ണ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഈ പാളയിലിരിക്കുന്ന സാധനം നമ്മൾ പാളയിൽ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് പയ്യെ ഇങ്ങനെ തട്ടി കൊടുക്കുക. അപ്പോൾ അതെല്ലാം കൂടെ എണ്ണയിലോട്ട് വീഴും. അതുപോലെ നമ്മളൊരു പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇങ്ങനെ പിടിക്കുക, തട്ടുക, എന്നിട്ട് നല്ലപോലെ കണ്ണാക്കൊണ്ട് കോരുക. ഇങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് വിടിയിച്ച് കൊടുക്കുക. ഒന്ന് എണ്ണയിൽ നിന്ന് കോരി എന്നിട്ട് ഇളക്കി വിടുക. തൊടാതെ എല്ലാം ഓരോന്നോരോന്നായിട്ട് കിടന്നോളും. നമ്മൾ തീ ഓവറായിട്ട് ഇടല്ലേ, ഒരു മീഡിയം തീയിട്ട് കൊടുത്താൽ മതി. നല്ല വേവുള്ളതാണോ? വലിയ വേവില്ല, എന്നാലും അത്യാവശ്യമുണ്ട്. ഇതിൻ്റെ കളർ മാറും. പിന്നെ ചിലിക്കിലാവുന്ന സൗണ്ട് വരും. അന്നേരം തന്നെയാണ് നമ്മൾ പോയത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. പുല്ലിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയാനുള്ളത്? അതാണ് മൂത്തെന്ന് മനസ്സിലാവുന്നല്ലേ. ഇതിപ്പോൾ കുറേ കളറൊക്കെ മാറിയിട്ടുണ്ട്. ചില്ലി എന്നുള്ള സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങിയില്ലേ? ഒരു ഉഴുന്നാടയുടെ കളറൊക്കെ ആയില്ലേ? ഇനി നമുക്ക് ഇങ്ങനെ ഇത് മൂത്തോന്ന് എങ്ങനെയാണ് നോക്കുന്നത് വെച്ചാൽ എണ്ണയ്ക്കകത്ത് നിന്ന് കോരിയിട്ട് ഓർണം എടുത്തിട്ട് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഒടിച്ച് നോക്കണം. പിന്നെ കൈക്കകത്ത് വെച്ചൊന്ന് ഞെക്കുക, ഒന്ന് ഒടിയും കണ്ടോ. ഇങ്ങനെ നന്നായിട്ട് ഒടിയുന്നുണ്ടെങ്കിൽ അത് മൂത്തിട്ടുണ്ട്. മൂത്തോ? കോരാറായോ? ഇത് നമ്മൾ കോരുവാണ്. ഇനി എണ്ണ ചൂടാണ് അടുത്ത റൗണ്ട് ഇടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അടുത്ത ട്രിപ്പ് ഇടുവാണേ. ഈ ഫൈബർ പാത്രം വേണ്ടോ ഇങ്ങനെ പിടിക്കാതിരിക്കുന്നതിൽ? ഏകദേശം ഞങ്ങളുടെ പണിയൊക്കെ തീരാറായി കേട്ടോ. ചേട്ടൻ ഇപ്പോൾ സ്പീഡിൽ ശരിക്കും ഇങ്ങനെയാണ് കേട്ടോ ഈ ഉഴുന്നോടെ ഉണ്ടാക്കുന്നവരൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരിടത്ത് എണ്ണ തിളയ്ക്കുന്നു, വാരിയിടുന്നു, അപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാക്കി പെട്ടെന്ന് അതിലോട്ടിടുന്നു. ചേട്ടൻ തന്നെ ഇത് ഉരുട്ടുന്നതുകൊണ്ട് ചേട്ടൻ മടുത്തു പോയി കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടായിരുന്നു. ചേട്ടനാ, ഞാൻ ഓർത്ത് എനിക്കും പറ്റുമെന്നാണ് ഓർത്തത് ഇത്രയും മാവ് കുഴച്ചപ്പോഴേ. പക്ഷെ പറ്റില്ല എന്ന് ഞാൻ അറിഞ്ഞത്. ചേട്ടൻ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ചതിച്ചോ എന്നെ, ചതിച്ചോ. ചേട്ടൻ അപ്രന്റീസിനെ കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷിച്ചിരുന്നു. ഇത്രയും നമ്മൾ വറുത്ത് കോരി, ബാക്കിയും കൂടെ വറുത്തിട്ട് നമുക്ക് കാണിക്കാം അല്ലേ? ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.